Again students, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത് ക്ലാസിഫിക്കേഷൻ ഓഫ് എവിഡൻസ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് എവിഡൻസിൻ്റെ ഡോക്യുമെൻ്ററി എവിഡൻസ് വരെയാണ് നമ്മൾ പറഞ്ഞു നിൽക്കുന്നത്. ഡോക്യുമെൻ്ററി എവിഡൻസ് മുതൽ നമ്മളിനി പറഞ്ഞു പോവുകയാണ്. ഡോക്യുമെൻ്ററി എവിഡൻസ് എന്ന് പറയുന്നത് എ ഫാക്റ്റ് മേ ബി പ്രൂവ്ഡ് ബൈ ഓറൽ എവിഡൻസ് ബൈ ഡോക്യുമെൻറ്റ്സ് എവിഡൻസ്. ഒരു കാര്യം തെളിയിക്കുന്നത് എങ്ങനെയാണ്? ഓറൽ എവിഡൻസ് വഴിയോ അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി എവിഡൻസ് വഴിയോ ആണ് നമ്മളൊരു കാര്യം തെളിയിക്കുന്നത്. അപ്പം എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് ഡോക്യുമെൻ്ററി എവിഡൻസ് ആയിട്ട് ഡോക്യുമെൻ്ററി എവിഡൻസ് ആയിട്ട് വരുന്നതെന്ന് നോക്കൂ. റൈറ്റിംഗ് ഡോക്യുമെൻ്റ് പറയും, അതുപോലെ വേർഡ്സ് പ്രിൻ്റഡ്, അതുപോലെ ഫോട്ടോഗ്രാഫി ഡോക്യുമെൻറ്റ്സ്, മാപ്പ്, ഇൻസ്ക്രിപ്ഷൻസ്, മെറ്റൽ പ്ലേറ്റ്, സ്റ്റോൺ ഡോക്യുമെൻറ്റ്സ്, കാരിക്കേച്ചർ, ഇതൊക്കെയാണ് എന്തായിട്ട് വരുന്നത്? ഡോക്യുമെൻ്റ് ആയിട്ട് വരുന്നത്. എന്ത് ഡോക്യുമെൻ്ററി എവിഡൻസ് ആയിട്ട് വരുന്നത്? അതായത് ഇൻഫർമേഷൻ ടെക്നോളജി വന്നതോടുകൂടി ഇലക്ട്രോണിക്സ് മീഡിയയിലുള്ള ഡോക്യുമെൻറ്റ്സും എന്തായി തീർന്നു? ഡോക്യുമെൻ്ററി എവിഡൻസിന് എടുത്തു തുടങ്ങി. കാരണം ഇത് എങ്ങനെയുള്ളതാണ് എടുക്കുന്നത്? ഈ നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളതോ, അതുപോലെ ഐഡൻറ്റിഫിക്കേഷൻ വോയിസോ, അതുപോലെ ടേപ്പ് റെക്കോർഡ്സോ, എല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എവിഡൻസ് ആയിട്ട് എടുത്തു. അതായത് ഇറ്റ്സ് റെസ്ഗസ്റ്റ എന്നാണ്, അതായത് ഒരു മാക്സിമം അതിനകത്തുണ്ട്. അതായത് ഈ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് സെയിം ട്രാൻസാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യും? എവിഡൻസ് ആയിട്ട് എടുക്കും. ഇനി അതാണ് ഡോക്യുമെൻ്റ് രൂപത്തിലുള്ള എല്ലാ എവിഡൻസിനെയും നമ്മൾ ഡോക്യുമെൻ്ററി എവിഡൻസ് ആയിട്ട് എടുക്കും. അടുത്തത് നോക്കൂ. അടുത്തത് പ്രൈമറി എവിഡൻസ് ആൻഡ് സെക്കൻഡറി എവിഡൻസ്. പ്രൈമറി എവിഡൻസ് ആൻഡ് സെക്കൻഡറി എവിഡൻസ്. സെക്കൻഡറി എവിഡൻസ് ബൈ വെർച്യൂ സെക്ഷൻ 61 ആണ്. 61 ആണ് എന്തൊക്കെ പറയുന്നത്? ദ കണ്ടൻറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് മേ ബി പ്രൂവ്ഡ് ബൈ ഏതർ പ്രൈമറി ഓർ സെക്കൻഡറി എവിഡൻസ്. അതായത് നമ്മൾ ഒരു ഫാക്റ്റിന് ഇഷ്യൂ വരുമ്പോഴത്തേക്ക് അതിൻ്റെ കണ്ടൻറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് പ്രൈമറി എവിഡൻസ് ആയിട്ടും പ്രൂവ് ചെയ്യാം, സെക്കൻഡറി എവിഡൻസ് ആയിട്ടും നമുക്ക് പ്രൂവ് ചെയ്യാം. ഇങ്ങനെയുള്ള അതായത് 62 നോക്കൂ. എന്താണ് പ്രൈമറി എവിഡൻസ്? ഇഫ് ദ ഒറിജിനൽ ഡോക്യുമെൻ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇൻസ്പെക്ഷൻ ഓഫ് ദ കോർട്ട്. അതായത് എന്ത് ഇഷ്യൂ ആണോ നടക്കുന്നത് ആ ഫാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒറിജിനൽ ഡോക്യുമെൻ്റ് ഇൻസ്പെക്ഷന് വേണ്ടി കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് പ്രൈമറി ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇഫ് ദ കോപ്പി ഓഫ് ദ ഒറിജിനൽ ഡോക്യുമെൻ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇൻസ്പെക്ഷൻ ഓഫ് ദ കോർട്ട് ഈസ് നോൺ ആസ് സെക്കൻഡറി എവിഡൻസ്. അതായത് പ്രൈമറി എവിഡൻസിൻ്റെ കോപ്പി ഇൻസ്പെക്ഷന് വേണ്ടി കോടതിയിൽ കൊടുക്കുന്നതിനാണ് സെക്കൻഡറി എവിഡൻസ് എന്ന് പറയുന്നു. ഒറിജിനൽ കൊടുക്കുന്നതിനെ കോടതിയുടെ മുമ്പായി ഒറിജിനൽ ഇൻസ്പെക്ഷന് വേണ്ടി കൊടുക്കുന്നതിന് പ്രൈമറി എവിഡൻസ് എന്ന് പറയുന്നു. ആ ഒറിജിനലിൻ്റെ കോപ്പിയാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ സെക്കൻഡറി എവിഡൻസ് എന്ന് പറയുന്നു. അതാണ് പ്രൈമറി എവിഡൻസും സെക്കൻഡറി എവിഡൻസും തമ്മിലുള്ള വ്യത്യാസം. ഇനി നോക്കൂ, എന്താണ് പ്രൈമറി എവിഡൻസ് പറഞ്ഞല്ലോ. ഇനി സെക്കൻഡറി എവിഡൻസ് എന്ന് വെച്ചാൽ എന്താണ്? പ്രൈമറി എവിഡൻസിനകത്ത് നമ്മൾ പറയാം എന്തൊക്കെ ആദ്യമായിട്ട് നമ്മൾ കോടതിയിലേക്ക് കൊടുക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇനി സെക്കൻഡറി എവിഡൻസ് നേരത്തെ പറഞ്ഞതാണ്. എന്തൊക്കെയാണ് സെക്കൻഡറി എവിഡൻസിനകത്ത് വരുന്നത്? ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും. സർട്ടിഫൈഡ് കോപ്പീസ് ഒറിജിനൽ മെക്കാനിക്കൽ പ്രോസസ്സിലൂടെ കൊടുക്കുന്നത്, കോപ്പീസ് കമ്പയർഡ് വിത്ത് സച്ച് കോപ്പീസ്, അതുപോലെ തന്നെ ഒറിജിനലിനെ കമ്പയർ ചെയ്യുന്ന കോപ്പീസ്, അതുപോലെ തന്നെ കൗണ്ടർ പാർട്സ് ഓഫ് ദ ഡോക്യുമെൻറ്റ്സ്, ഓറൽ അക്കൗണ്ട്സ്, അതൊക്കെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? സെക്കൻഡറി എവിഡൻസ് ആയിട്ട് ചോദിക്കുന്നത്. ഒരു ഇല്ലുസ്ട്രേഷൻസ് നോക്കൂ. എ ഫോട്ടോഗ്രാഫ് ഓഫ് ആൻ ഒറിജിനൽ സെക്കൻഡറി എവിഡൻസ് ഓഫ് ഇറ്റ്സ് കണ്ടന്റ് ടു ഹാവ് നോട്ട് ബീൻ കമ്പയർഡ് ഇറ്റ് ഈസ് പ്രൂവ്ഡ് തിങ് ഫോട്ടോഗ്രാഫി വാസ് ഒറിജിനൽ. അതായത് ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഫോട്ടോഗ്രാഫിനെ സെക്കൻഡറി എവിഡൻസ് ആയി എടുത്തിട്ട് അത് ഉള്ളതാണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് സെക്കൻഡറി എവിഡൻസ് പറയുന്നത്. അതുപോലെ തന്നെ സെക്കൻഡറി എവിഡൻസ് കഴിഞ്ഞ് ഇനി ഇത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാമത്തത് ഡയറക്റ്റ് എവിഡൻസ് ആൻഡ് സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ്. എന്താണ് ഡയറക്റ്റ് എവിഡൻസ്? എന്താണ് സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ്? സാഹചര്യ തെളിവുകൾ എന്ന് കേട്ടിട്ടില്ലേ? അതാണ് when a witness who actually witnessed in the fact ഇത് കോർട്ട് നോൺ ആസ് ഡയറക്റ്റ് എവിഡൻസ്. അതായത് ഒരു വിറ്റ്നസ് അല്ലെങ്കിൽ ഒരു സാക്ഷി ഒരു കാര്യം നേരിട്ട് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫാക്ട് അതിനെയാണ് പറയുന്നത് ഡയറക്റ്റ് എവിഡൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്ത് നോക്കൂ, ഇത് അക്യൂസ്ഡ് ഹാഡ് എ കോറൽ വിത്ത് ഡിസീസ്ഡ് ഇൻ ദ ഈവനിങ് 21/30/2001 എന്ന് അക്യൂസ്ഡ് വഴക്കുണ്ടാക്കുന്നു എന്നുള്ള കാര്യം അയാൾ കാണുകയാണെങ്കിൽ അയാളുടെ ഡയറക്റ്റ് എവിഡൻസ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ വാട്ട് ഈസ് സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് എന്ന് നോക്കൂ. സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് എന്ന് പറയുന്നത് സാഹചര്യ തെളിവുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് നോക്കിയിട്ട്
Circumstantial evidence is a testimony by the witness as the circumstance from which the inference is to be drawn as to the fact in issue. അതായത് സർക്കംസ്റ്റൻസ് നമ്മൾ അവിടെ പോയിട്ട് സാഹചര്യ തെളിവുകൾ വെച്ചിട്ട് നമ്മൾ അവിടെ പിന്നെ കാര്യങ്ങൾ നടന്നുവെന്ന് നമ്മൾ അതിൻ്റെ എവിഡൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ സാഹചര്യം വെച്ചിട്ട് അതിൻ്റെ ചെയിൻ ഓഫ് ആക്ഷൻസ് വെച്ചിട്ട് നമ്മൾ ഇൻഫർ ചെയ്തെടുക്കുന്നതിനെയാണ് സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് എവിഡൻസ് ഇല്ലാത്ത കേസുകളിൽ സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് നമ്മൾ എടുക്കാറുണ്ട് എന്ന് കോടതിയിൽ നമ്മൾ എടുക്കാറുണ്ട്. അടുത്ത് നോക്കൂ, ഇനി ഇത് വളരെ കുറച്ചേ പറഞ്ഞു പോകുന്നുള്ളൂ. ഇനി എന്താണ് നാലാമത്തത്? റിയൽ എവിഡൻസ്, പേഴ്സണൽ എവിഡൻസ്. റിയൽ എവിഡൻസ് എന്ന് പറയുന്നത് വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫോർ ദ പേഴ്സണൽ ഇൻസ്പെക്ഷൻ ഫോർ ദ ജഡ്ജ് ഇൻറ്റൻറ്റ് ടു അഡ്രസ് സെൻസ് ഓഫ് ജഡ്ജ്. റിയൽ എവിഡൻസ് എന്ന് വെച്ചാൽ വിച്ച് ഈസ് കോടതി മുമ്പാകെ അല്ലെങ്കിൽ ജഡ്ജിയുടെ മുമ്പേ ഇൻസ്പെക്ഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിനെയാണ് റിയൽ എവിഡൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇൻറ്റൻറ്റ് ടു അഡ്രസ് സെൻസ് ഓഫ് ജഡ്ജ്. അതെന്തെന്ന് അറിയാമോ? ജഡ്ജിയുടെ സെൻസ് അനുസരിച്ച് അത് മനസ്സിലാക്കിയെടുക്കുന്നത് തന്നെയാണ്. ഇൻ ഓർഡർ ടു പ്രൂവ് ഫാക്ട് ഇൻ ഇഷ്യൂ such material objects അത് there are following examples of real object. റിയൽ ഒബ്ജക്റ്റിൻ്റെ ഫോളോയിങ് എക്സാമ്പിൾസ് നോക്കൂ. ദ മെറ്റീരിയൽ ഒബ്ജക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇൻസ്പെക്ഷൻ ഓഫ് കോർട്ട്. മെറ്റീരിയൽ ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ, അതായത് ഒരാളെ കുത്തിക്കൊന്ന് ആ കത്തി നമ്മൾ സീസ് ചെയ്തെടുക്കുകയാണ് പോലീസ് ഓഫീസർ, എന്നിട്ട് അത് എന്തുകൊണ്ട് കൊടുക്കുകയാണ്? അത് കോടതിയിലേക്ക് ഹാജരാക്കുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതുമായിട്ട് അത് റിയൽ എവിഡൻസ് ആണ്. അതുപോലെ തന്നെ പേഴ്സണൽ ഇൻസ്പെക്ഷൻസ് നടത്തുമ്പോഴത്തേക്ക് തന്നെ ജഡ്ജിക്ക് മനസ്സിലാവും ഇതിനു വേണ്ടിയാണ് ഇത് നടന്നത് എന്ന് ഉപയോഗിച്ചതെന്ന് പറയും. ഇനി അടുത്തത് എന്താണ്? പേഴ്സണൽ എവിഡൻസ്. നമ്മൾ പഠിച്ച റിയൽ എവിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡ്ജിയുടെ മുമ്പിൽ ആ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരാളെ കുത്തിക്കൊല്ലുന്നു, അതവിടെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, കത്തി കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി പേഴ്സണൽ എവിഡൻസ് എന്തൊക്കെയാണ്? അഫോർഡ് ഇൻ ബൈ ഹ്യൂമൻ ഏജൻസി. ഒരു ഹ്യൂമൻ ഏജൻസിനെ ആശ്രയിച്ചിട്ട് നമ്മൾ എവിഡൻസ് എടുക്കുന്നതിനെയാണ് പേഴ്സണൽ എവിഡൻസ് എന്ന് പറയുന്നത്. അതായത് എന്ത് ചെയ്യുന്നു? അതായത് എ ഈസ് ചാർജ്ഡ് വിത്ത് ദ മർഡർ ടു ബി. എയിനെ ബിയെ കൊന്നതിന് വേണ്ടി ചാർജ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ വിറ്റ്നസ് വന്നിട്ട് എന്ത് ചെയ്യുന്നു? കോടതിക്ക് മുമ്പാകെ വന്ന് പറയുന്നു എ കില്ലിങ് ബി. ഞാൻ എന്ത് ചെയ്തു? എഫക്റ്റീവ് അതായിട്ട് എ കില്ലിങ് ബി എന്നുള്ളത് എന്താണെന്ന് ഹ്യൂമൻ ഏജൻസിയാണോ എന്ന് പറയുന്നത്? എന്താണ്? ഞാൻ കണ്ടു അല്ലെങ്കിൽ അയാളെ കൊന്നു എന്നുള്ളത് ഹ്യൂമൻ ഏജൻസിയാണോ എന്ന് പറയുന്നത്. പേഴ്സണലി വന്ന് പറയുകയാണ് ഞാൻ ഇതിന് വിറ്റ്നസ് ആണ് എന്നുള്ള കാര്യം. ഇനി സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ്, അത് നോൺ സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ്. ഇത്രയും പറഞ്ഞ എവിഡൻസിനെ കാട്ടി ഇങ്ങനെ കൂടെ നിൽക്കുന്ന എവിഡൻസ് ആണ്, ഇതിന് കൂടെ വരുന്ന എവിഡൻസുകളാണ് ഈ സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ് എന്ന് പറയുന്നത്. വിച്ച് മേ റിലേറ്റ് ടു ദ പ്രൂഫ് ഓർ ഡിസ്പ്രൂഫ്. അതായത് ഈ സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ് കൊണ്ട് പ്രൂവ് ചെയ്യുകയും ചെയ്യാം, ഡിസ്പ്രൂവ് ചെയ്യുകയും ചെയ്യാം. നോൺ സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്തു? ബേസിക് ഓഫ് പ്രൂഫ് ഓർ ഡിസ്പ്രൂഫ് ഇൻ ഫാക്ട്. അതായത് ആ ഫാക്റ്റുമായിട്ട് ആശ്രയിച്ചിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? നോൺ സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. 5 തരത്തിലുള്ള എവിഡൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ എവിഡൻസ് ആക്ടിൽ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് പോകുന്നത്. ഇനി അടുത്തത് നമ്മൾ എന്താ പറയുക? ഇനി നമ്മൾ കുറച്ച് റിലവൻസ് ഓഫ് ഫാക്ട്സ് ഫോമിങ് പാർട്ട് ഓഫ് ദ സെയിം ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതായത് എന്താണ് ഡോക്ട്രിൻ ഓഫ് റെസ് ഗസ്റ്റ? അതായത് ഈ മാക്സിം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. റെസ് ഗസ്റ്റ എന്ന് പറയുന്നത്, റെസ് ഗസ്റ്റ മീൻസ് തിങ്സ് ഡൺ, അതായത് ചെയ്ത കാര്യങ്ങൾ. തിങ്സ് ഡൺ, കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ്. അല്ലെങ്കിൽ ഇത് മീൻസ് ദാറ്റ് ഇൻ ഇംഗ്ലീഷ് ലോ, അത് പോട്ടെ, 6th ആക്ട് വിച്ച് ഫാക്ട് നോട്ട് ഇൻ ഇഷ്യൂ ആർ റിലവൻറ്റ് ഇൻ ദോസ് ഫാക്ട്സ് ആർ കണക്റ്റഡ് വിത്ത് ഇസ് ട്രാൻസാക്ഷൻ. നോക്കിയോ, ഇതിനകത്ത് നമ്മൾ എന്താ പറയുന്നത്? ഈ ഫാക്റ്റിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ബേസ്ഡ് അപ്പോൺ ദ ഇംഗ്ലീഷ് ഡോക്ട്രിനാണ്. റെസ് ഗസ്റ്റ മീൻസ് ഇംഗ്ലീഷ് ഡോക്ട്രിനാണ്. അതായത് സെയിം പാർട്ട് ഓഫ് ദ സെയിം ട്രാൻസാക്ഷൻ എന്നാണ് പറയുന്നത്. അതായത് ഒരു കുറ്റത്തിൻ്റെ സെയിം ട്രാൻസാക്ഷൻസ്, അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സെയിം ട്രാൻസാക്ഷൻസിനെയാണ് റെസ് ഗസ്റ്റ എന്ന് പറയുന്നത്. ഇഷ്യൂസ് എ ഹാസ് കമ്മിറ്റഡ് മർഡർ ടു ബി ബീറ്റിംഗ് ഹിം അറ്റ് ദ ടൈം ബീറ്റിംഗ് ബി ഹാവ് ക്യാരിഡ് ലൗഡ്ലി ഡോണ്ട് കിൽ ഹിം. അതായത് എ ബിയെ അത് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുമ്പോൾ എ എന്ത് ചെയ്യുന്ന അറിയാമോ? കിടന്ന് വിളിക്കുകയാണ്, എന്നെ കൊല്ലരുതേ, എന്നെ ഉപദ്രവിക്കരുതേ എന്ന് പറയുന്നത്. അപ്പോൾ സി തന്നെ പറയുകയാണ്, ഞാൻ നിന്നെ കൊല്ലുമടാ എന്ന് പറയുകയാണ്. അപ്പോൾ കാര്യങ്ങൾ അവിടെ തിങ്സ് സ്പീക്ക് ഇറ്റ് സെൽഫ്, അവരുടെ പ്രവൃത്തി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുവാണ്. അപ്പം മറ്റേ ആൾ, അപ്പോൾ ഇതിൽ നിന്ന് മറ്റുള്ള കേട്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവും അവിടെ എങ്ങനെ സംഭവം നടക്കുന്നു എന്ന്. അതാണ് റെസ് ഗസ്റ്റ. തിങ്സ്
സ്പീക്ക് ഇറ്റ് സെൽഫ്. കാര്യങ്ങൾ പറയും. കാര്യങ്ങൾ തന്നെ എന്ത് പറയും, ആ കാണുന്ന കാഴ്ച തന്നെ നമുക്ക് പറയും ഇന്നതാണ് ഇഷ്യൂ ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. കൊല്ലരുതേ എന്ന് വിളിച്ചു പോകുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത റിലവൻറ്റ് എവിഡൻസ് ഓഫ് പ്ലേ ഓഫ് അലീബി. അലീബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്ന് അവിടെ ഇല്ല എന്ന് തെളിയിക്കുന്നത്. അതായത് ഒരു ഇഷ്യൂ നടക്കുമ്പോഴത്തേക്ക് ഞാൻ അവിടെ ഇല്ല എന്ന് തെളിയിക്കുന്നതാണ്. അതായത് എന്താണ്, ഇനി ക്രിമിനൽ കേസസിൽ അക്യൂസ്ഡ് മേ ടേക്ക് പ്ലേ അലിബി കേസ്. അതായത് കുറ്റവാളി എപ്പോഴും അയാളുടെ ഒരു ഡിഫൻസ് ആയിട്ടാണ് അലിബി എടുക്കുന്നത്. കാരണം എന്ത് ചെയ്യുന്നു, ഇപ്പം സെക്ഷൻ 11 എവിഡൻസ് ആക്റ്റാണ് പറയുന്നത് ഈ അലിബിയെക്കുറിച്ച് പറയുന്നത്. ഉദാഹരണം, അലിബി എന്ന് വെച്ചാൽ എന്തെന്ന് നോക്കൂ. എ ഈസ് ചാർജ്ഡ് വിത്ത് മർഡർ ടു ബി അറ്റ് തിരുവനന്തപുരം 10 AM 25/3/2001. ഈ 2001 25 3-ാം മാസം 10 മണിക്ക് ബിയെ കൊന്നതായിട്ട് ചാർജ് ഷീറ്റ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത് ഡിഫൻസ് ഓഫ് എ ദാറ്റ്. അപ്പോൾ എ പറയുന്നത് എന്തെന്നറിയാമോ, ഞാൻ 10 മണിക്ക് ആ സമയത്ത് ഞാൻ അപ്പോളോ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നുവെന്നും അതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ കൊണ്ട് ഹാജരാക്കുകയും ഞാൻ ഈ പറഞ്ഞ സമയത്ത് തിരുവനന്തപുരത്ത് ഇല്ല എന്ന് പറയുന്നു. അപ്പം ഞാനില്ല, കുറ്റം നടന്ന സമയത്ത് ഞാനില്ല, അതാണ് അലീബി എന്ന് പറയുന്നത്. ഇനി അടുത്തത് സെക്ഷൻ 11 കഴിഞ്ഞു. അലീബി എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലവൻസ് ഓഫ് എവിഡൻസ് ഇൻ അലീബി. അത് അടുത്തത് റിലവൻസ് ഓഫ് അഡ്മിഷൻ. അഡ്മിഷൻ എന്ന് പറയുന്നത് നമ്മൾ സമ്മതിക്കുന്നത് സെക്ഷൻ 17 മുതൽ 23 ആൻഡ് 33 റിലവൻസ് ഓഫ് അഡ്മിഷൻ എന്ന് പറയുന്നത്. റിലവൻസ് ഓഫ് അഡ്മിഷൻ എന്ന് പറയുന്നത് അഡ്മിഷൻ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓറൽ ഡോക്യുമെൻറ്റ് കണ്ടെയ്ൻഡ് ഇൻ ഇലക്ട്രോണിക് ഫോം. അതായത് നമ്മൾ സമ്മതിക്കുന്നതാണ്. അഡ്മിഷൻ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ പേഴ്സൺ. ഒരാളുടെ ഒരു വ്യക്തിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ് അഡ്മിഷൻ. ഇറ്റ് മേ ബി മെയ്ഡ് ഓറലി ആവാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫോമും ആകാം. അതുപോലെ ഇറ്റ് സജസ്റ്റ് ഇൻഫറൻസ് ടു ഫാക്റ്റ്, റിലവൻറ്റ് ഫാക്റ്റ് ആക്കണോ എന്നുള്ള കാര്യം പിന്നെ സജസ്റ്റ് ചെയ്യാവുന്ന കാര്യമാണ്. ഉദാഹരണത്തിന് അത് വേണ്ട. അടുത്തത് റിലവൻസ് ഓഫ് അഡ്മിഷൻ കഴിഞ്ഞിട്ട് റിലവൻസ് ഓഫ് കൺഫെക്ഷൻ. കൺഫെക്ഷൻ നമ്മൾ സെക്ഷൻ 24 മുതൽ 30 വരെയാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് റിലവൻസ് ഓഫ് കൺഫെക്ഷൻ പറയുന്നത്. കൺഫെക്ഷൻ എന്ന് പറയുന്നത് ഡിഫൈൻഡ് സ്റ്റീഫൻ കോഡ് ഉണ്ടാക്കിയ ആൾ തന്നെ ഡിഫൈൻ ചെയ്തതാണ്. കൺഫെക്ഷൻ ഈസ് ആൻ അഡ്മിഷൻ മെയ്ഡ് ബൈ എനി ടൈം ബൈ എ പേഴ്സൺ ചാർജ്ഡ് വിത്ത് എ ക്രൈം സ്റ്റേറ്റിംഗ് സജസ്റ്റിംഗ് ഇൻഫറൻസ് കമ്മിറ്റഡ് ദ ക്രൈം. അതായത് ഒരാൾ ഒരു കൺഫെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറ്റം ചെയ്ത ആൾ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്ത ആൾ അയാൾ എന്ത് ചെയ്യുന്നു, അയാൾ സ്വയമേ സമ്മതിക്കുകയാണ് ആ കുറ്റത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആ കുറ്റത്തിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, അത് ഇന്ന ഇഷ്യൂസിലാണെന്ന് ഇൻഫർ ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മളെ സഹായിക്കുന്നതിന് മസ്റ്റ് ബി അഡ്മിറ്റ്. ഒരു കുറ്റം ചെയ്തതിന് അഡ്മിറ്റാണ് കൺഫെക്ഷൻ എന്ന് പറയുന്നത്. ജുഡീഷ്യൽ കൺഫെക്ഷൻ ഉണ്ട്, എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെക്ഷൻസ് ഉണ്ട്. ജുഡീഷ്യൽ കൺഫെക്ഷനും എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെക്ഷനും എന്താണ്? ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ കൊടുക്കുന്ന മൊഴി എന്ന് പറയുന്നത് ഇഫ് എ കൺഫെക്ഷൻ ഈസ് മെയ്ഡ് മജിസ്ട്രേറ്റ് റെക്കോർഡഡ് പ്രോപ്പർലി, അത് മജിസ്ട്രേറ്റ് പ്രോപ്പർലി റെക്കോർഡ് ചെയ്ത് അത് എവിഡൻസ് ആക്കി എടുക്കാം. എക്സ്ട്രാ ജുഡീഷ്യൽ കസ്റ്റഡി എന്ന് പറയുന്നത് വെൻ അക്യൂസ്ഡ് മേക്ക് എ കൺഫെക്ഷൻ ഫ്രണ്ടിൻ്റെ അടുത്തോ വൈഫിൻ്റെ അടുത്തോ അതർ റിലേറ്റീവ്സിൻ്റെ അടുത്തോ പോലീസ് ഓഫീസറുടെ അടുത്തോ ഡോക്ടറുടെ അടുത്തോ പറയുന്നതാണ് എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെക്ഷൻ എന്ന് പറയുന്നത്, സമ്മതിക്കുന്നത്. അതിന് എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെക്ഷന് ഓൾസോ റിലവൻ്റ് ആണ്. എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെക്ഷന് റിലവൻ്റ് ആണ് അതും കുഴപ്പമില്ല. ഇറ്റ് ഈസ് ഓർഡർ ടു എവിഡൻസ് കൺഫെക്ഷൻ ഈസ് ദ ഫോളോയിങ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ്. ഇനി 2-3 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ചെയ്തെങ്കിൽ മാത്രമേ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെക്ഷൻസ് കോടതി എടുക്കത്തുള്ളൂ. അത് വോളണ്ടറിലി കൊടുത്തതായിരിക്കണം. അതുപോലെ തന്നെ ഈ ത്രെറ്റ് ഓർ പ്രോമിസ് ഫ്രം എ പേഴ്സൺ അതോറിറ്റി ആയിരിക്കരുത്, ഭീഷണിപ്പെടുത്തി പറയുന്നതായിരിക്കരുത്. ഇനി റിലവൻസ് ഓഫ് എ കൺഫെക്ഷൻ ടു ദ പോലീസ് ഓഫീസർ. ഒരു പോലീസ് ഓഫീസറുടെ അടുത്ത് കൺഫെക്ഷൻ കൊടുക്കുന്നത് 25, 26, 27 ഇന്ത്യൻ എവിഡൻസ് ആക്ടിലാണ് പറയുന്നത്. അതായത് കൺഫെക്ഷൻസ് മെയ്ഡ് ബൈ ദ അക്യൂസ്ഡ് പേഴ്സൺ. എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെക്ഷൻ എന്താണ് 25 ആക്ട് അനുസരിച്ച് എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ കോടതിക്ക് അതെടുക്കാൻ പറ്റുള്ളൂ. ഈ പോലീസ് ഓഫീസർ ഒരു പ്രധാനപ്പെട്ട കാര്യം, പോലീസ് ഓഫീസറിൽ നൽകുന്ന കൺഫെക്ഷന് ഇയാൾക്കെതിരായിട്ട് പ്രയോഗിക്കാൻ പാടില്ല എന്നുണ്ട്. അതായത് കോടതിക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ എടുത്തു. അത് ബൈ ലോ അതൊരു വാല്യൂ അല്ല. പോലീസ് ഓഫീസർക്ക് നൽകുന്ന കൺഫെക്ഷൻസ് 25, 26, 27 പ്രകാരം വാല്യൂ ഉള്ളതല്ല. പോലീസ് കസ്റ്റഡിയിലിരിക്കുന്ന സമയത്ത് അയാൾ കൊടുക്കുന്ന മൊഴിയും റിലവൻ്റ് അല്ല. അതുപോലെ തന്നെ
പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്ത് അയാൾ കൊടുക്കുന്നതും റിലവൻസ് അല്ല. പിന്നെ നമ്മൾ പഠിക്കുന്നത് ഡൈയിങ് ഡിക്ലറേഷൻ കഴിഞ്ഞു. ഡൈയിങ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത് അതായത് 32 പറയുന്നത് എ സ്റ്റേറ്റ്മെൻറ്റ് ഹൂ മെയ്ഡ് ബൈ എ പേഴ്സൺ ഹൂ ഡെഡ്. അതായത് അയാൾ മരിക്കാൻ പോകുന്ന വ്യക്തി അയാളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. സ്റ്റേറ്റ്മെൻറ്റ് എ പേഴ്സൺ ഹൂ കനോട്ട് ബി ഫൗണ്ട്, അതായത് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരാളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. അതുപോലെ തന്നെ നേരിട്ട് വന്ന് എവിഡൻസ് തരാൻ പറ്റാത്ത ഒരാൾ അയാൾ തരുന്നു. അതുപോലെ തന്നെ എക്സ്പെൻസ് കൊണ്ട് നേരിട്ട് കോടതിയിൽ വരാൻ പറ്റാത്ത ആൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ളതിനെയാണ് എന്ത് പറയുന്നത്, ഡൈയിങ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. റിലവൻസ് ഉണ്ട്. ഡൈയിങ് ഡിക്ലറേഷൻ 32(1) പറയുന്നത് ഡിസീവ്ഡ് പേഴ്സൺ വിൽ ബി റിലവൻറ്റ്, അതായത് ബാധിച്ചിരിക്കുന്ന വ്യക്തി റിലവൻ്റ് ആണ് ഇത് കോടതിയുടെ മുമ്പിൽ ഇത് പ്രൂവ് ചെയ്യാൻ. അങ്ങനെ പ്രൂവ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഇൻ ഓർഡർ ടു ബി റിലവൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി ആസ്ത, അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണമെന്ന് പറയുന്നത് ഇന്ന സംഭവമാണ് എന്നുള്ള കാര്യം പറയുവാനുള്ള അവകാശം അല്ലെങ്കിൽ പറയുന്ന ആ ഒരു ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിഡൻസ് ആക്ട് പ്രകാരം എന്താണ്, അത് വാല്യൂ ആണ്. ഇനി എന്താണ് റിലവൻസ് ഓഫ് ജഡ്ജ്മെൻറ്റിൻ്റെ റിലവൻസ് എന്താണ്? ജഡ്ജ്മെൻറ്റിൻ്റെ റിലവൻസ് പറയുന്നത് 40-ലും 44-ലുമാണ്. ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത് ഓർഡർ ഓർ ഡിക്രി ഓഫ് കോർട്ടാണ്. ഒരു ഓർഡർ, ഒരു കോടതിയുടെ ഓർഡറും ഡിക്രീനെയാണ് എന്തെന്ന് പറയുന്നത്, ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് റിലവൻസ് ഓഫ് ദ ഒപ്പീനിയൻ, അതായത് എക്സ്പേർട്ട് ഒപ്പീനിയൻ എന്ന് വെച്ചാൽ എന്താണ്? ഇത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും. എക്സ്പേർട്ട് ഒപ്പീനിയൻ എന്ന് പറയുന്നത് സെക്ഷൻ 45-51 എക്സ്പേർട്ട് ഒപ്പീനിയനെ കുറിച്ച് പറയുന്നത്. എക്സ്പേർട്ട് ഒപ്പീനിയൻ എന്ന് പറയുന്നത് കോടതിക്ക് ഒരു വിറ്റ്നസ്, ജനറൽ റൂൾ ഈസ് ദാറ്റ് ഒപ്പീനിയൻ ഓഫ് ദ വിറ്റ്നസ് ഈസ് ഇറലവൻറ്റ്. ജനറൽ റൂൾ എന്ന് പറയുന്നത് ആരുടെ, വിറ്റ്നസിൻ്റെ അഭിപ്രായത്തെ ഒരിക്കലും നമ്മൾ കോടതി മുഖവിലയ്ക്ക് എടുക്കത്തില്ല. അവനത് ചെയ്തിരിക്കും, അവൻ അങ്ങനെ ആയിരിക്കും, അങ്ങനെയുള്ളതിനെയൊന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല, സാധാരണഗതിയിൽ കോടതിയിൽ എവിഡൻസ് ആയിട്ട് എടുക്കത്തില്ല. അത് പക്ഷേ ഈ ചില കേസുകളിൽ എന്ന് വെച്ചാൽ എങ്ങനെയുള്ള കേസുകളിൽ എ പേഴ്സൺ ഹാവിങ് സ്പെഷ്യൽ സ്കിൽ, എ പേഴ്സൺ ഹാവ് ഫോറിൻ നോളജ്, ഓർ പേഴ്സൺ ഹാവ് സയൻസ്, ആർട്ട്, ഐഡൻറ്റിറ്റി ഓഫ് ഹാൻഡ് റൈറ്റിംഗ്, ഫിംഗർ എക്സ്പ്രഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവരുടെ ഒപ്പീനിയൻസ് നമുക്ക് കോടതി എടുക്കും. കാരണം അവർ എക്സ്പേർട്ട് ഒപ്പീനിയൻസ് ആണ്. എന്തൊക്കെയാണ് അത് വരുമ്പം, ഒരു ക്വസ്റ്റ്യൻ ഓഫ് ഫോറിൻ ലോ വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളുടെ ഒപ്പീനിയൻ എടുക്കും. മാറ്റർ ഓഫ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ സയൻറ്റിസ്റ്റിൻ്റെ ഇത് എടുക്കും. ക്വസ്റ്റ്യൻ ഓഫ് ആർട്ട് കോടതിക്ക് അറിയില്ല. ഐഡൻറ്റിറ്റി ഓഫ് ഹാൻഡ് റൈറ്റിംഗ് അറിയത്തില്ല. ഐഡൻറ്റിറ്റി ഓഫ് ഫിംഗർ ഇംപ്രഷൻസ് അതിനൊക്കെ എന്തെടുക്കും, അതൊക്കെ എക്സ്പേർട്ട് ഒപ്പീനിയനായിട്ട് എടുക്കും. 45-51 പറയുന്നത്. ഇനി അടുത്തത് റിലവൻസ് ഓഫ് ക്യാരക്ടർ, അതായത് നമ്മൾ മൊഴി കൊടുക്കുന്ന ആളുടെ ക്യാരക്ടറെ നോക്കും കോടതി. 52-55 മൊഴി കൊടുക്കുന്ന ആളുടെ ക്യാരക്ടർ എന്താണെന്ന് നോക്കും. റെപ്യൂട്ടേഷൻസ് ആൻഡ് ഡിസ്പൊസിഷൻ മീൻസ് നാച്ചുറൽ ക്വാളിറ്റി ഓഫ് മൈൻഡ് ആൻഡ് ക്യാരക്ടർ, അതായത് നാച്ചുറലായിട്ട് അവൻ്റെ ക്വാളിറ്റി എന്താണ്, അവൻ്റെ ക്യാരക്ടർ എന്താണെന്ന് നോക്കിയിട്ടേ അവൻ്റെ എന്ത് ചെയ്യുള്ളൂ, അവൻ്റെ എവിഡൻസ് അല്ലെങ്കിൽ അവൻ പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് പറയുള്ളൂ. അതായത് റിലവൻസ് ഓഫ് ക്യാരക്ടർ പാർട്ടി സിവിൽ കേസ് പറയുന്നത് 52-ലും 55-ലുമാണ്. റിലവൻസ് ഓഫ് ക്രിമിനൽ കേസ് പറയുന്നത് 53-ലാണ്. അതായത് 53-ല് അക്യൂസ്ഡിനെ കുറിച്ച് കാര്യം പറയുമ്പോഴത്തേക്ക് റിലവൻ്റ് ആണെന്ന് നോക്കും. അവൻ്റെ സഹ കുറ്റവാളി അല്ലെങ്കിൽ കൊലപാതകി തന്നെയാണ് വന്ന് പറയുന്നത്, മറ്റൊരു കൊലപാതകി തന്നെ വന്ന് പറയുന്നു അവൻ നല്ലവനാണെന്ന്. അത് കോടതിക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനി അടുത്തത് എന്താണ് പബ്ലിക് ഡോക്യുമെൻ്റ്, എന്താണ് പ്രൈവറ്റ് ഡോക്യുമെൻ്റ്? പബ്ലിക് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് അനുസരിച്ച് ഡോക്യുമെൻറ്റുകളെ പ്രധാനമായിട്ടും മറന്നു പോകരുത്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് അനുസരിച്ച് ഡോക്യുമെൻറ്റുകളെ പ്രധാനമായിട്ടും 2 തരംതിരിച്ചിരിക്കുന്നു. അതായത് 1 പബ്ലിക് ഡോക്യുമെൻ്റ് എന്നും 2 പ്രൈവറ്റ് ഡോക്യുമെൻ്റ് എന്നും തിരിക്കുന്നു. എന്താണ് പബ്ലിക് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്? സെക്ഷൻ 74 അത് പറയുന്നത്. അതായത് ആക്ട് ഓഫ് ദ പബ്ലിക് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ആക്ട് ഓഫ് ദ സോവറിൻ അതോറിറ്റി, പരമാധികാരം കൊണ്ട്, അതായത് ഗവൺമെൻറ്റിൻ്റെ അധികാരം കൊണ്ടൊരു ഡോക്യുമെൻ്റ് തരികയാണ്. അതുപോലെ തന്നെ ഒഫീഷ്യൽ ബോഡീസും ട്രൈബ്യൂണൽസും നമുക്കൊരു ഡോക്യുമെൻ്റ് തരികയാണ്. പബ്ലിക് ഓഫീസേഴ്സും ലെജിസ്ലേറ്റീവ് അംഗങ്ങളും ജുഡീഷ്യൽ അംഗങ്ങളും കോമൺവെൽത്തുകാരും ഫോറിൻ കൺട്രി നമുക്കൊരു ഡോക്യുമെൻ്റ് തരികയാണ്. അതുപോലെ തന്നെ പബ്ലിക് റെക്കോർഡ് കെപ്റ്റിന് എനി സ്റ്റേറ്റ് പ്രൈവറ്റ് ഡോക്യുമെൻറ്റ്സ്, അതായത് ഏതെങ്കിലും സ്റ്റേറ്റിൻ്റെ പ്രൈവറ്റ് ഡോക്യുമെൻറ്റ്സ് പബ്ലിക് റെക്കോർഡിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അതും എന്താണത്, അതും പബ്ലിക് ഡോക്യുമെൻ്റ് ആണ്.
അങ്ങനെ വരുമ്പോഴത്തേക്ക് ദോസ് ഫോളോയിങ് ഡോക്യുമെൻറ്റ്സ് ക്യാൻ ബി റിഗാർഡ് ആസ് പബ്ലിക് ഡോക്യുമെൻറ്റ്. ഇങ്ങനെ താഴെ പറയുന്ന ചില പരീക്ഷയ്ക്ക് ചോദിക്കും, താഴെ പറയുന്നതിൽ പബ്ലിക് ഡോക്യുമെൻ്റ് ഏതാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. നോക്കൂ, ബർത്ത് ആൻഡ് ഡെത്ത് രജിസ്റ്റർ ഓഫ് മുനിസിപ്പാലിറ്റി പബ്ലിക് ഡോക്യുമെൻ്റ് ആണ്. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് FIR പബ്ലിക് ഡോക്യുമെൻ്റ് ആണ്. ഫൈനൽ റിപ്പോർട്ട് ഫയൽഡ് ബൈ പോലീസ് ചാർജ് ഷീറ്റ് പബ്ലിക് ഡോക്യുമെൻ്റ്, ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. അതുപോലെ കൺഫെക്ഷൻ 164 അത് പബ്ലിക്കായിട്ട് എടുക്കാൻ പറ്റും. കൺഫെക്ഷൻ പറഞ്ഞു 164. അതുപോലെ തന്നെ ഡിസ്പോസിഷൻ വിറ്റ്നസ് റെക്കോർഡ്, അതായത് കോടതിയിലെ സാക്ഷികളെ വിസ്തരിക്കുന്ന അത് ആർക്ക് വേണമെങ്കിലും എടുക്കാം. അതുപോലെ തന്നെ മെമ്മോറാണ്ടം ഓഫ് ആർട്ടിക്കിൾസ്, അസോസിയേഷൻ, രജിസ്റ്റർ ഓഫ് കമ്പനി, വോട്ടേഴ്സ് ലിസ്റ്റ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെയാണ് പബ്ലിക് ഡോക്യുമെൻ്റ് ആയിട്ട് പറയുന്നത്. ഇനിയോ ഇതല്ലാത്ത എല്ലാ ഡോക്യുമെൻറ്റുകളെയും എന്തെന്ന് പറയുന്നു? പ്രൈവറ്റ് ഡോക്യുമെൻ്റ് എന്ന് പറയും. ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, മെമ്മോറാണ്ടം ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ത് ഡോക്യുമെൻ്റ് ആണ്? പബ്ലിക് ഡോക്യുമെൻ്റ് ആണോ പ്രൈവറ്റ് ഡോക്യുമെൻ്റ് ആണോ? ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ബർഡൻ ഓഫ് പ്രൂഫ്. ഇത് വലിയൊരു ഭാഗമാണ്. അതിൻ്റെ ഒരു ലാസ്റ്റ് ഭാഗം വളരെ ഇതാണ്. അതായത് ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കാണ് തെളിയിക്കേണ്ടത്, ആരാണ് തെളിയിക്കേണ്ടത്, ആർക്കാണ് തെളിയിക്കുവാനുള്ള ബാധ്യത? ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത എനിക്കാണ്. ഞാൻ ഇന്ന ക്രൈം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത എനിക്കാണ്. അപ്പോൾ ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് പാർട്ടീസിനാണ് ബർഡൻ ഓഫ് പ്രൂഫ്. എനിക്ക് കേസ് വിജയിക്കണമെങ്കിൽ ഞാൻ വിജയിക്കുന്നതിൻ്റെ ആവശ്യമായിട്ടുള്ള രേഖകൾ കൊണ്ടു കൊടുക്കേണ്ട കടമ എനിക്കാണ്. ഒരുത്തൻ കുറ്റം ചെയ്തു എന്ന് പറയുമ്പോൾ അവൻ കുറ്റം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കൊണ്ടു കൊടുക്കേണ്ടത് പ്രോസിക്യൂഷനാണ്. അപ്പോൾ സാധാരണയായിട്ട് സിവിൽ കേസുകളിൽ ബർഡൻ ഓഫ് പ്രൂഫ് വരുന്നത് ആർക്കാണ്? പാർട്ടീസിനാണ്. എനിക്കാണ് തെളിയിക്കേണ്ടതെങ്കിൽ ഞാൻ കൊണ്ടു കൊടുക്കണം. അത് 101 മുതൽ 114 ഇന്ത്യൻ എവിഡൻസ് ആക്ട് വരെയാണ്. 101 മുതൽ 114 വരെയാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് പറയുന്നത്. അതായത് നോക്കൂ, എ ഫയൽ അഗൈൻസ്റ്റ് സൂട്ട് അഗൈൻസ്റ്റ് ബി റിക്കവർ ടു മണി. അതായത് ഞാനങ്ങ് പറയാം, എ ആണെങ്കിൽ ബിക്കെതിരായിട്ട് 10,000 രൂപ തരാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊണ്ട് കൊടുക്കുവാണ്. അപ്പോൾ എ എന്ത് ചെയ്യുന്നു? എ ആണ് എന്ത് ചെയ്യേണ്ടത്? ബി 10,000 രൂപ കൊടുക്കാനുണ്ട് എന്ന് തെളിയിക്കേണ്ട ചുമതല ബിക്കാണ്. ബി ആണ് തെളിയിക്കേണ്ടത് എ എൻ്റെ കയ്യിൽ നിന്ന് 10,000 രൂപ മേടിച്ചു എന്ന്. അപ്പോൾ അതുമായിട്ടൊരു സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് കൊടുക്കേണ്ട ചുമതല ബിക്കാണ്. ബർഡൻ ഓഫ് പ്രൂഫ് അവിടെ ആർക്കാണ്? ബിക്കാണ്. ബി ആണ് പ്രോമിസറി നോട്ടോ മറ്റ് എക്സ്ട്രാ ഡോക്യുമെൻറ്റ്സോ കൊണ്ടു കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. ഇനി ക്രിമിനൽ കേസുകളിൽ വരുമ്പോഴത്തേക്ക് ആരാണ്? അതായത് അക്യൂസ്, ഇയാൾ കുറ്റവാളിയാണ്, അല്ലെങ്കിൽ ഇയാൾ ആ കുറ്റം ചെയ്ത ആളാണ്, മർഡർ ചെയ്ത ആളാണ്, തെഫ്റ്റ് ചെയ്ത ആളാണ്, അല്ലെങ്കിൽ റേപ്പ് ചെയ്ത ആളാണ് എന്ന് തെളിയിക്കേണ്ടത് പ്രോസിക്യൂഷനാണ്. എല്ലാ ക്രിമിനൽ കേസുകളും ആദ്യത്തെ ബർഡൻ ഓഫ് പ്രൂഫ് പ്രോസിക്യൂഷനാണ്. അതായത് കുറ്റത്തിന് ഇരയായ ഒരു രണ്ടാം സാക്ഷി മാത്രമേ ആവുന്നുള്ളൂ. അപ്പോൾ കേസ് നടത്തേണ്ടത് സ്റ്റേറ്റാണ്, പ്രോസിക്യൂഷനാണ്. അത് മറന്നു പോകരുത്. ക്രിമിനൽ കേസുകളിൽ ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് പ്രോസിക്യൂഷനാണ്. അതുപോലെ തന്നെ ബർഡൻ ഓഫ് പ്രൂഫ് പ്രോസിക്യൂഷൻ ആകുമ്പോഴത്തേക്ക് അക്യൂസ്ഡിന് നമ്മൾ IPCയിൽ പഠിച്ചതുപോലെ ജനറൽ എക്സെപ്ഷൻസിനകത്ത് വരുന്നെങ്കിൽ അത് തെളിയിച്ചു കൊടുക്കണം. ജനറൽ എക്സെപ്ഷനിൽ വരുന്നില്ല എങ്കിൽ അത് വരുന്നില്ല എന്ന് തെളിയിച്ചു കൊടുക്കേണ്ടത് പ്രോസിക്യൂഷനാണ്. അടുത്തത് ഡോക്ട്രിൻ ഓഫ് എസ്റ്റോപ്പൽ. എസ്റ്റോപ്പൽ എന്ന് വെച്ചാൽ നമ്മളൊരിക്കലും സെക്ഷൻ 115 ഇന്ത്യൻ എവിഡൻസ് ആക്ടിലാണ് എസ്റ്റോപ്പൽ എന്ന് പറയുന്നത്. എസ്റ്റോപ്പൽ മീൻസ് ഷട്ട് ദ മൗത്ത്. നിങ്ങൾ ആവശ്യമില്ലാതെ സംസാരിക്കരുത്. അതുപോലെ നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾ മാറ്റി പറയരുത്. ദ ഡോക്ട്രിൻ ഓഫ് എസ്റ്റോപ്പൽ ഈസ് എ റൂൾ ടു പ്രിവെൻറ്റ് എനി പേഴ്സൺ ടേക്കിംഗ് ഫ്രം ഇൻകൺസിസ്റ്റൻറ്റ് പൊസിഷൻസ് അസർട്ടഡ് ഇയർലിയർ. അതായത് എന്താണെന്നറിയാമോ? ആദ്യമേ കൂറുമാറിയ സാക്ഷി എന്നൊക്കെ പറയാം. അത് അടുത്തത് പറയും. അതായത് ആദ്യമേ ഒരു കാര്യം ഒരു കോടതിയിൽ വന്ന് പറയുകയാണ്, ഇന്ന സംഭവമാണ്, ഞാൻ കണ്ടതാണ്, അല്ലെങ്കിൽ ഞാനിത് മനസ്സിലാക്കിയ ആളാണെന്ന് പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞതിന് എന്ത് ചെയ്യും? ആദ്യം പറഞ്ഞതിന് അവസരം കിട്ടുമ്പോൾ സാക്ഷികൾ മാറ്റി പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പറയാൻ പാടില്ല. അതിനാണ് ഡോക്ട്രിൻ ഓഫ് എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് തന്നെയാണ് പറഞ്ഞത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പൊസിഷൻ എന്ത് ചെയ്യുന്നതെന്ന് കോടതിയിൽ പറയാൻ പാടില്ല. അങ്ങോട്ടൊന്നില്ല ഇങ്ങോട്ടൊന്നില്ല, ആടി പറയും, ചെയ്തായിരിക്കാം ചെയ്തില്ലെന്നായിരിക്കാം, അങ്ങനെ പറയാൻ പാടില്ല.
അതായത് ഇൻകൺസിസ്റ്റൻസ് ആയിട്ടുള്ള പൊസിഷൻസ് ഒരിക്കലും പറയാൻ പാടില്ല. അതാണ് ഡോക്ട്രിൻ ഓഫ് എക്സ്റ്റോപ്പൽ എന്ന് പറയുന്നത്. എസ്റ്റോപ്പൽ ബൈ റെക്കോർഡ് ഉണ്ട്, എസ്റ്റോപ്പൽ ബൈ ഡീഡ് ഉണ്ട്, എസ്റ്റോപ്പൽ ബൈ കോണ്ടാക്റ്റ് ഉണ്ട്. ഇനി അടുത്ത കോമ്പിറ്റൻസി ഓഫ് വിറ്റ്നസ്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് അനുസരിച്ച് ആർക്കാണ് സാക്ഷി പറയാനുള്ള കോമ്പിറ്റൻസി ഉള്ളത്? കോമ്പിറ്റൻസി ഉള്ളത് 118 മുതൽ 121 വരെയാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ പറയുന്നത്. കോമ്പിറ്റൻസി ഓഫ് വിറ്റ്നസ്, അതായത് ജനറൽ റൂൾ പറയുന്നത് എന്താണ്? എവറി പേഴ്സൺ കോമ്പിറ്റൻസി ടു ടെസ്റ്റിഫൈ, അതായത് വിറ്റ്നസ് പറയുന്ന ആളുടെ കോമ്പിറ്റൻസി നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അതിനാണ് സാധാരണ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഇഫ് എ പേഴ്സൺ ഈസ് നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ, അതായത് കോമ്പിറ്റൻസി തെളിയിക്കുന്നതിനാണ് വക്കീൽ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറയുവാൻ സാക്ഷി കോമ്പിറ്റൻസി ഉണ്ടോ ഇല്ല എങ്കിൽ നമുക്ക് ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പം ആർക്ക് വേണമെങ്കിലും എന്താവാം? കോമ്പിറ്റൻസി ആവാം. അതായത് എങ്ങനെയാണ് ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റായിട്ട് ആൻസർ കൊടുക്കുന്നത് എങ്ങനെയുള്ള ആൾക്കാർ പറയാൻ പറ്റത്തില്ല. ടെൻഡർ ഇയേഴ്സ് താഴെയുള്ള ആൾക്കാർക്കും വളരെ എക്സ്ട്രീം ഓൾഡ് ഏജസ് ആയ ആൾക്കാർക്കും മൈൻഡ് ബോഡി എനി അതർ കോസസ് അങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ളവർക്കും മാനസികമായിട്ട് പ്രശ്നമുള്ളവർക്കും അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ആർക്കും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? വിറ്റ്നസ് ആവാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ കോമ്പിറ്റൻസി ഇല്ല. ചൈൽഡിന് ഓവർ ഡെയർ എന്നാണ് പറയുന്നത്. ചൈൽഡ് എനി ഏജ് കോമ്പിറ്റൻസി ഓഫ് വിറ്റ്നസ് ഇഫ് ഇറ്റ് ഈസ് കേപ്പബിൾ ടു അണ്ടർസ്റ്റാൻഡിങ് ക്വസ്റ്റ്യൻ. ചൈൽഡിനെ പറയുന്നത് ഏത് പ്രായത്തിലുള്ള കുട്ടികളെയും വിറ്റ്നസ് ആക്കി വെക്കാം. പക്ഷേ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, ആ കൊച്ച് അത് കുട്ടി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും അതിന് ഉത്തരം പറയുവാനും കഴിവുള്ള ഏത് പ്രായത്തിലുള്ള കുട്ടിയെ എന്താക്കി വെക്കാം? കോമ്പിറ്റൻസി ഓഫ് വിറ്റ്നസ് ആക്കി വെക്കാം. അൺസൗണ്ട് മൈൻഡിനെ വെക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ചെവി കേൾക്കാത്ത ആളെ വയ്ക്കാൻ പറ്റത്തില്ല. സിവിൽ സൂട്ട് പാർട്ട് അതുപോലെ. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് എക്സാമിനേഷൻ ഇൻ ചീഫ്, ക്രോസ് എക്സാമിനേഷൻ, റീ എക്സാമിനേഷൻ. എക്സാമിനേഷൻ ഇൻ ചീഫ് എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് എക്സാമിൻ്റെ പാർട്ടി കൗൺസിൽ അഡ്വക്കേറ്റ് ആദ്യം എക്സാമിൻ ചെയ്യുന്ന ആളാണോ അയാളാണ് എക്സാമിനേഷൻ ഇൻ ചീഫ്. അതായത് പ്ലെയിൻറ്റിഫ് സിവിൽ കേസുകളിൽ പ്ലെയിൻറ്റിഫാണ് ചെയ്യുന്നത്. അതുപോലെ ക്രിമിനൽ കേസുകളിൽ അതുപോലെ തന്നെ രണ്ടാമത്തെ സാക്ഷിയാണ്. അതായത് ആരാണോ ബാധിച്ച അയാൾ ആദ്യം എക്സാമിൻ ചെയ്യും. പിന്നെ അയാളെ ക്രോസ് എക്സാമിനേഷൻ ചെയ്യും ഓപ്പോസിറ്റ് പാർട്ടി. അതിന് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ റീ എക്സാമിനേഷൻ ചെയ്യും. അതാണ് ഈ ഒരു 3 പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് വിറ്റ്നസ്സിൽ നിന്ന് എവിഡൻസ് എടുക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എക്സാമിനേഷൻ ചീഫ് ചെയ്യും, അത് കഴിഞ്ഞ് ആ എക്സാമിനേഷനെ ക്രോസ് എക്സാമിനേഷൻ ചെയ്യും, അതിനെ പിന്നെ റീ എക്സാമിനേഷൻ ചെയ്യും. ഹോസ്റ്റൈൽ വിറ്റ്നസ് എന്ന് വെച്ചാൽ എന്താണ്? ഹോസ്റ്റൈൽ വിറ്റ്നസ് എന്ന് പറയുന്നത് ഇഫ് എ വിറ്റ്നസ് ഗീവ്സ് എവിഡൻസ് അഗൻസ്റ്റ് പാർട്ടി ഹു ഹാസ് ഹാൾഡ് ഹിം ഓർ ഹി ഹാസ് എ ഹോസ്റ്റൈൽ വിറ്റ്നസ്. അതായത് ഈ ഒരാൾക്കെതിരായിട്ട് ഒരു പാർട്ടിക്കെതിരായിട്ട് തെളിവ് കൊടുക്കുവാൻ വേണ്ടി കോടതി വിളിക്കുകയോ അല്ലെങ്കിൽ അയാൾ വരികയോ ചെയ്യുന്നതാണ് ഹോസ്റ്റൈൽ വിറ്റ്നസ് എന്ന് പറയും. ഓൺ ഹു നോട്ട് ഡിസ്റ്റോർസ്ഡ് ടെല്ലിംഗ് ടു ട്രൂത്ത്. അതായത് ഹോസ്റ്റൈൽ വിറ്റ്നസിന് സത്യം പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ അയാളുടെ തെളിവ് എടുക്കണമെന്ന് വ്യത്യാസമില്ല. അയാൾ പക്ഷേ എന്ത് ചെയ്യണം? ക്രോസ് എക്സാമിനേഷനിൽ നമുക്ക് അയാളോട് ചോദ്യം ചോദിക്കാം. ഞാനൊരാളെ കൊന്നു എന്ന് പറയുന്ന ഒരാൾ വന്ന് സാക്ഷി പറയുവാണ്. പക്ഷേ അയാൾ പറയുന്നത് സത്യമല്ലെങ്കിൽ മറുഭാഗം വക്കീലിന് ക്രോസ് എക്സാമിനേഷൻ ചെയ്തിട്ട് അത് പൊളിക്കാവുന്നതാണ്. അടുത്തത് ഫോൾസ് ഇൻ ഒമിനിബസ് എന്ന് പറയുന്നത് ഒരു മാക്സിമാണ്. അതായത് ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ദ ടെസ്റ്റിമണി ഓഫ് വിറ്റ്നസ് സീംസ് ടു ബി ട്രൂ ആൻഡ് പാർട്ട്ലി ട്രൂ. അതായത് ഈ എവിഡൻസ് നൽകുന്ന ഒരാളുടെ സത്യം പറഞ്ഞാൽ കോടതിയിൽ എവിഡൻസ് നൽകുമ്പോൾ ഒരു വലിയ പ്രശ്നം ഈ പറയുന്ന ആൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് തെളിയിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അതൊക്കെ ഈ പറയുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പഠിച്ച കള്ളന്മാർ കാണും അത് പറയുന്നത് തെറ്റാണോ അല്ലയോ എന്ന്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം അനുസരിച്ച് ഫോൾസ് ഈസ് വൺ തിങ്, ഫോൾസ് ഇൻ എവറിത്തിങ്. അതായത് ഒരു കാര്യം തെറ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും തെറ്റാണെന്ന് അസ്യൂം ചെയ്തെടുക്കും. ഒരു കാര്യം തെറ്റാണെന്ന് പറയുകയാണ്. ഇങ്ങനെയാണ് പല കേസുകളും വിട്ടുപോകുന്നത്. വെപ്രാളം കൊണ്ടും കോടതിയിൽ വരുന്ന വെപ്രാളം കൊണ്ടും ഒരു കാര്യം അറിയാവുന്ന കാര്യം വരെ തെറ്റിക്കും. അപ്പോൾ ഈ മാക്സിമം നോക്കൂ, ഒരു കാര്യം ഫോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന കാര്യങ്ങൾ അയാൾ ട്രൂ പറഞ്ഞാലും ഫോൾസ് ആണെന്ന് അസ്യൂം ചെയ്തെടുക്കും. അതാണ്
ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷൻസ് നമ്മളൊന്ന് ഓട്ടിച്ചു പോയി എവിഡൻസിൻ്റെ. ഇത്രയേ എവിഡൻസിൽ പറയുന്നുള്ളൂ. ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സമയമുണ്ടെങ്കിൽ പറയും.